കൗതുക വാർത്തകൾ വായിക്കുന്നത് സന്തോഷ് രാജശേഖരൻ. ആരെയും എവിടെയും വിമർശിക്കാം നമ്മുടെ രാജ്യത്ത്. ആ ധൈര്യത്തിലാണ് ഒരു കലാകാരൻ ഏകാംഗ നാടകത്തിലൂടെ തെരുവ് നായ്ക്കളുടെ ശല്യത്തെ വിമർശിച്ചത്. കേട്ടു നിന്നതോ നല്ല വർഗബോധമുള്ള പട്ടിസാർ. അതെ, തെരുവിൻ്റെ കാവലാൾ. എന്തും കേട്ട് തലകുനിച്ച് കടന്നു പോകാൻ വെറും മനുഷ്യനൊന്നുമല്ലല്ലോ ഇദ്ദേഹം. ചെവിവട്ടം പിടിച്ച് ഒരു തവണ കൂടി കലാപരിപാടി വീക്ഷിച്ചു, ഡയലോഗ് ശ്രദ്ധിച്ചു എന്ന് പറയുന്നതാവും കുറെ കൂടി ഭംഗി. തൻ്റെ വർഗത്തെ ദുഷിക്കുക തന്നെയാണ്. ചോര തിളച്ചു. പിന്നൊരു കലാശക്കൊട്ടായിരുന്നു ചന്നം ഭിന്നം കടി. കലാകാരന്റെ മേനയിൽ മിനിറ്റുകളോളം ശുനകന്റെ കലാപരിപാടി. നാടകാന്ത്യം. ആംബുലൻസ് എത്തി. പട്ടിസാറിന്റെ കലാവിരുതിൽ കൈവിരലുകൾ ഓടിച്ച് കലാകാരൻ ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണ്. സംഭവം കണ്ണൂർ മയ്യിൽ എന്ന സ്ഥലത്താണ് നടന്നത്. രാധാകൃഷ്ണൻ എന്ന കലാകാരൻ തെരുവുനായ ശല്യത്തിനെതിരെയുള്ള പ്രമേയം ഏകാംഗ നാടകമായി അവതരിപ്പിച്ചതാണ് കണ്ടുനിന്ന നായയെ പ്രകോപിപ്പിച്ചത്. രാധാകൃഷ്ണനെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കലാകാരന്മാരിൽ നിന്നും ഇത്തരം കുൽസിത പ്രവർത്തികൾ ഇനിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനായി പട്ടിസാർ സംഭവ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഒരു നായയുടെ അത്ര പോലും വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത സിംഹത്തിന്റെ വാർത്തയാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെപ്പാലിൽ എന്നാണല്ലോ കവി പാടിയിട്ടുള്ളത്. എന്നാൽ കവിയുടെ ഈ അഭിപ്രായത്തോട് തീരെ യോജിപ്പില്ല മിസ്റ്റർ ഷേറിയാർ എന്ന സിംഹത്താന്. സംഭവം തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലാണ്. മൃഗശാലയിൽ നിന്നും 5 വയസ്സുകാരൻ ഷേറിയാർ എന്ന പേരുള്ള സിംഹം വേലിചാടി. സ്വതന്ത്രമായി നാട്ടിലും കാട്ടിലുമൊക്കെയായി ജീവിച്ചു കളയാം എന്നൊരാവേശത്തിലായിരിക്കും കക്ഷി ചാടിയത്. നാട്ടിലും കാട്ടിലും തിരച്ചിലോട് തിരച്ചിൽ. പോലീസ് ഡ്രോണുകളും സ്വകാര്യ ഡ്രോണുകളും ആകാശത്ത് വട്ടം ചുറ്റി പറന്നു. 5 ദിവസം പുള്ളിയുടെ യാതൊരു വിവരവുമില്ല. മറ്റൊരു കാര്യം, പുള്ളി ചില്ലറക്കാരനല്ല കേട്ടോ. നടൻ ശിവകാർത്തികേയൻ ദത്തെടുത്തിരുന്ന സിംഹമാണിവൻ. അതുകൊണ്ട് തന്നെ നല്ല മാധ്യമ ശ്രദ്ധയും കിട്ടി. ഏതായാലും കക്ഷിയെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ 5-ാം ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇയാൻ മടങ്ങിയെത്തി. ആ വരവിന് എന്തൊരാവേശമായിരുന്നെന്നോ. പോയ വഴിക്ക് പുല്ല് കുരുക്കില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വന്ന വഴിക്ക് പുല്ല് കുരുക്കില്ല എന്നുകൂടി ഇനി പറയേണ്ടി വരും. അത്രയ്ക്ക് പാഞ്ഞു പറിച്ചുള്ള ഒരു 1.5 വരവായിരുന്നു അത്. വയറ്റിൽ കാറ്റ് കയറിയപ്പോൾ കൂട്ടിലെ ചിക്കനും മട്ടനും ഓർമ്മ വന്നതാണോ, അതോ നാട്ടിലെ വൃത്തികേടുകൾ കണ്ട് മനം മടുത്തിട്ടാണോ ഈ മടങ്ങിവരവ് എന്നറിയില്ല. ഏതായാലും വളരെ മര്യാദക്കാരനും വിധേയനുമായി കക്ഷി അടങ്ങി ഒതുങ്ങി കഴിയുന്നു എന്നാണ് ചെങ്കൽപ്പേട്ട് നിന്നുള്ള റിപ്പോർട്ട്.